നമസ്കാരം. ആദംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NIOS +2 ഹിസ്റ്ററിയുടെ എക്സാം റീഷെഡ്യൂൾ ചെയ്ത് ഡിസംബർ 2-നാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലേ. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് നോക്കാം. ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ഇന്ന് പറയാം കേട്ടോ. അതായത് നമുക്ക് ചാപ്റ്റർ 3-ൽ നിന്ന് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണല്ലോ പഠിക്കാനുള്ളത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്യുന്നത് ഒരു 1920 to 22 ആ ഒരു ടൈമിലൊക്കെയാണ്. വെൻ ടു ഓഫ് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് വെർ എക്സ്കവേറ്റഡ് ഹാരപ്പ ആൻഡ് മോഹൻജദാരോ. അതായത് ആ ഒരു സമയത്താണ് ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങിയ സൈറ്റുകളൊക്കെ എക്സ്കവേറ്റ് ചെയ്യുന്നത്. അതായത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ തെളിവ് കിട്ടുന്ന ഹാരപ്പയിൽ നിന്നാണ്. അതുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നു. പിന്നെ മോഹൻജദാരോ ആ ഒരു പ്രദേശം. അങ്ങനെ ആദ്യമായിട്ട് ഇത് കിട്ടുന്ന ഒരു 1920-22 ആ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഇത് ഡിസ്കവർ ചെയ്ത ടൈം ആ ഒരു ടൈമാണെന്ന് ഉള്ള രീതിയിൽ പറയാം. Based on the archaeological findings, the Harappan civilization has been dated between 2600 BC to 1900 BC. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് മൊത്തം അതിൻ്റെ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ 2600 BC തൊട്ട് 1900 BC വരെയാണ്. ആൻഡ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിവിലൈസേഷൻസ് ഓഫ് ദി വേൾഡ്. അതായത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഒരു നാഗരികതയാണ്, ഓൾഡസ്റ്റ് സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇറ്റ് ഇസ് ഓൾസോ സംടൈംസ് റെഫേർഡ് ടു ആസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ഇൻഡോ സരസ്വതി സിവിലൈസേഷൻ. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം എന്നും ഇൻഡോ സരസ്വതി സിവിലൈസേഷൻ എന്നും പറയാറുണ്ട്. Our knowledge of the life and culture of the Harappan people is based only on the archaeological excavations, as the script of that period has not been deciphered so far. അപ്പോൾ നമുക്ക് ഈ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചരിത്രപരമായിട്ട് നമ്മൾ കണ്ടെടുത്തിട്ടുള്ള ചില പുരാവസ്തുക്കളെ അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്ന കുറേ സാമഗ്രികളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുഴിച്ച് എടുത്തിട്ടുമൊക്കെയുള്ള അത്തരം തെളിവുകൾ. അപ്പോൾ ആ കാലത്ത് അവർ എഴുത്തുവിദ്യയൊക്കെ അറിയാമായിരുന്നവരാണെങ്കിലും അവരുടെ ലിപിയൊന്നും നമുക്ക് വായിച്ചെടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഹാരപ്പൻ ജനതയ്ക്ക് സ്വന്തമായിട്ട് ലിപി ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ സാധനങ്ങളും ഒക്കെ അങ്ങനെയായിട്ട് നമുക്ക് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയ കുറേ തെളിവുകളും ഒക്കെ വെച്ചിട്ടാണ് അവരിങ്ങനെയായിരുന്നു നമ്മൾ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ, അതായത് സങ്കല്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ അല്ലേ. അവരിങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഒരു ഹിസ്റ്ററി മേക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും നമുക്ക് അറിയുള്ളൂ. മനസ്സിലായില്ലേ? ചിലപ്പോൾ ആസംഷൻസ് തെറ്റാൻ ഭാവിയിൽ ഇങ്ങനെയല്ലായിരുന്നു എന്ന് വരാം, പുതിയ തെളിവുകൾ വന്നാൽ. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടെത്തിയതൊക്കെ ആ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി ഒറിജിൻ ആൻഡ് എക്സ്റ്റെൻറ്റ്. ദ ഹോൾ പീരീഡ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ഇൻ ഫാക്ട് ഡിവൈഡഡ് ഇൻ ടു 3 phases. അതായത് 3 ഘട്ടങ്ങളാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഉള്ളത്. ഏർലി ഹാരപ്പൻ ഫേസ്, മെച്ചുർ ഹാരപ്പൻ ഫേസ്, ലേറ്റ് ഹാരപ്പൻ ഫേസ്. ഈ ഏർലി ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത് ഒരു 3500 BC തൊട്ട് 2600 BC വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ടൗൺ പ്ലാനിങ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. മഡ് സ്ട്രക്ചേഴ്സാണ്, ചെളി കൊണ്ട് കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ, ആ ഒരു രീതിയിലാണ്. ട്രേഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നേ ഉള്ളൂ. ആർട്സ്, ക്രാഫ്റ്റ്സ്, അതിൻ്റെയൊക്കെ ഒരു ഏർലി സ്റ്റേജ് ആണ്. മെച്ചുർ ഹാരപ്പൻ ഫേസ് എന്ന് പറയുമ്പോൾ 2600 BC തൊട്ട് 1900 BC ആ ഒരു കാലഘട്ടം വരെയാണ്. It was the period in which we notice well-developed towns with burned brick structures. അതായത് ചുട്ട ഇഷ്ടിക കൊണ്ട് കെട്ടിടങ്ങളൊക്കെ പണിയുക, അങ്ങനെ ടൗണുകളൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്ന ആ ഒരു സമയമാണ് മെച്ചുർ ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത്. അവിടെ ഇൻലാൻഡ് ട്രേഡും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡുണ്ട്. ആ ഒരു രീതിയിൽ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള, മെച്ചുറായിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഇനി ലേറ്റ് ഹാരപ്പൻ ഫേസിലേക്ക് വരുമ്പോൾ 1900 BC തൊട്ട് 1400 BC വരെയുള്ള കാലഘട്ടമാണ്. ഇറ്റ് വാസ് ദി ഫേസ് ഓഫ് ഡിക്ലൈൻ ഡ്യൂറിങ് വിച്ച് മെനി സിറ്റീസ് വെർ അബാൻഡൻഡ്. അതായത് ഈ സമയത്ത് ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത് ഡിക്ലൈനായി ആ ഒരു ടൈമാണ്. അതായത് ഹാരപ്പൻ നാഗരികത അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡസ് വാലി സിവിലൈസേഷൻ തകരുന്ന ആ ഒരു ടൈമാണ് ഈ ലേറ്റ് ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ട്രേഡ് ഡിസപ്പിയർഡ് ലീഡിങ് ടു ദി ഗ്രാജുവൽ ഡീക്കേ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് അർബൻ ട്രേഡ്സ്.
ഈ സമയത്ത് ട്രേഡും ഒക്കെ തകർന്നു, അതൊക്കെ നശിക്കുന്നതായിട്ട് കാണാം. പല കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. വെള്ളപ്പൊക്കം പറയുന്നുണ്ട്, അതുപോലെ ആര്യൻ ഇൻവേഷൻ, ആര്യന്മാരുടെ കടന്നുവരവ് പറയുന്നുണ്ട്, ക്ഷാമം പറയുന്നുണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നതിന്. ഇനി ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റൻറ്റ് പറയുകയാണെങ്കിൽ ഓക്കെ, മണ്ട ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, ഷൊട്ടുഗ ഇൻ അഫ്ഗാനിസ്ഥാൻ, ഹാരപ്പ ഇൻ വെസ്റ്റേൺ പഞ്ചാബ് പാകിസ്ഥാൻ ഏരിയ, ലോത്താൽ ആൻഡ് ധോലാവിര ഇൻ ഗുജറാത്ത്, കാലിബംഗൻ ഇൻ രാജസ്ഥാൻ, മോഹൻജദാരോ ആൻഡ് ചൗൻഡാരോ ഇൻ സിന്ധ്, ബനാവാലി ആൻഡ് രാക്കിറി ഇൻ ഹരിയാന, ദൈമാബാദ് ഇൻ മഹാരാഷ്ട്ര, അലംഗിർപൂർ ഇൻ വെസ്റ്റേൺ ഉത്തർപ്രദേശ്, സുഡ്ക ജണ്ടർ ഓൺ ദി മക്രാൻ കോസ്റ്റ്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഡ് ആയിട്ട് പറയാവുന്നതാണ്. ഇനി ഇവരുടെ ടൗൺ പ്ലാനിങ് പറഞ്ഞാൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് അർബൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ഇറ്റ്സ് ടൗൺ പ്ലാനിങ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ടൗൺ പ്ലാനിങ് ആണ്. അതായത് ആ ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് ടൗൺസിൻ്റെ ലേ ഔട്ടിൽ സ്ട്രീറ്റുകളൊക്കെ ഒരേപോലെ തോന്നും. അതുപോലെ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ബ്രിക്ക് സൈസ്, അതുപോലെ ഡ്രെയിനേജ് സംവിധാനം, ഇതൊക്കെ ഒരേപോലെയായിരുന്നു. പിന്നെ ഹൗസസ് ഓഫ് കോമൺ പീപ്പിൾ ഡിഫേർഡ് ഇൻ സൈസ്. കോമൺ പീപ്പിൾ, അതായത് ജനങ്ങളുടെ വീടുകളിലൊക്കെ ഈ പറഞ്ഞ സൈസ് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദ ഹൗസസ് വെർ ലാർജ്ലി ബിൽറ്റ് ഓഫ് ബേൺഡ് ബ്രിക്സ്. പക്ഷേ ഈ വീടുകളൊക്കെ തന്നെ ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. ദ ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ദി ഹാരപ്പൻസ് വാസ് എലാബറേറ്റ് ആൻഡ് വെൽ ലെയ്ഡ് ഔട്ട്. ഇവരുടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ വീടുകളിൽ നിന്നും മലിന ജലം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ വീടുകൾക്കും കുളിമുറി പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഓരോ വീടുകളിൽ നിന്നും ഒഴുകി പോകുന്ന മലിനജലം എല്ലാം കൂടി ഒരു പാത്തിലൂടെ, വഴിയുടെ ഒരു സൈഡിൽ ഒരു പാത്തിലൂടെ ഒഴുകി ഭൂമിക്കടിയിലേക്ക് ഒഴുകി പോകാനുള്ള ഒരു സംവിധാനമൊക്കെ ഇവർ ചെയ്തു വെച്ചിരുന്നു. All the major sites are divided into two parts, a citadel on higher mound on the western side and a lower town on the eastern side of the settlement. അതായത് ഇവർക്ക് രണ്ട് പാർട്ടുണ്ടായിരുന്നു ഇവരുടെ ആ ഒരു സിറ്റികളൊക്കെ നോക്കുവാണെങ്കിലും മിക്ക സൈറ്റുകളിലും. അതായത് ലോവർ ടൗണും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അപ്പർ ഏരിയയിൽ ചിലപ്പോൾ അവിടുത്തെ പ്രധാനികളായിട്ടുള്ള ആളുകൾക്കൊക്കെ താമസിക്കുന്നതിനോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആ ഒരു സിറ്റഡലും ഉണ്ടായിരുന്നു. ഇവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ്, ട്രേഡ് ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു. കൃഷി, വ്യവസായം, കച്ചവടം ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു. അഗ്രികൾച്ചർ അലോങ് വിത്ത് പാസ്റ്ററലിസം വാസ് ദ ബേസ് ഓഫ് ഹാരപ്പൻ എക്കണോമി. കൃഷിയുടെ കൂട്ടത്തിൽ കന്നുകാലി വളർത്തലും ഉണ്ടായിരുന്നു. ദ ചീഫ് ഫുഡ് ക്രോപ്സ് ഇൻക്ലൂഡഡ് വീറ്റ്, ബാർലി, സെസം, മസ്റ്റാർഡ്, പീസ്, ജജൂബ് എക്സെട്ര. അപ്പോൾ ഇവരുടെ ചീഫ് ഫുഡ്സ് എന്ന് പറയുന്നത് ഗോതമ്പ്, ബാർലി, സെസം, മസ്റ്റാർഡ്, അങ്ങനെയുള്ള കടല, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. കോട്ടൺ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പായിരുന്നു. അപ്പാർട്ട് ഫ്രം സെറിയൽസ്, ധാന്യങ്ങൾ കൂടാതെ ഫിഷ് ആൻഡ് ആനിമൽ മീറ്റ് ഓൾസോ ഫോംഡ് എ പാർട്ട് ഓഫ് ദ ഹാരപ്പൻ ഡയറ്റ്. ഹാരപ്പൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് മത്സ്യങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ് പറയുകയാണെങ്കിൽ ദ ഹാരപ്പൻ പീപ്പിൾ വെർ അവെയർ ഓഫ് ഓൾമോസ്റ്റ് ഓൾ ദി മെറ്റൽസ് എക്സെപ്റ്റ് അയൺ. അതായത് ഇരുമ്പൊഴിച്ച് മറ്റുള്ള എല്ലാ മെറ്റൽസിനെ കുറിച്ച് ഇവർക്ക് അറിയാമായിരുന്നു. ദേ മാനുഫാക്ചേർഡ് ഗോൾഡ് ആൻഡ് സിൽവർ ഒബ്ജക്ട്സ്. ഇവർ ഗോൾഡ് ആൻഡ് സിൽവർ ഒബ്ജക്ട്സ് ഒക്കെ, അതായത് സ്വർണം, വെള്ളി ആഭരണങ്ങളോ ഒക്കെ ഇവർ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കിയിരുന്നു. ബട്ട് ദ യൂസ് ഓഫ് ദ സിൽവർ വാസ് മോർ കോമൺ ദാൻ ഗോൾഡ്. പക്ഷേ ഗോൾഡിനേക്കാൾ കൂടുതൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണ്? സിൽവറാണ്. ഈ ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ആഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടാന്മാർ ഒക്കെ ഇവർക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. അതായത് ഈ സിറ്റികളുടെ ഒരു ഭാഗത്ത് ഉണ്ടാവും. അതുപോലെ ദ കോമൺ ടൂൾസ് ഇൻക്ലൂഡഡ് ആക്സ്, സോസ്, സിസൽസ്, നൈഫ്സ്, സ്പിയർ ഹെഡ്സ്, ആരോ ഹെഡ്സ്. അതായത് ഈ കുന്തം പോലെയുള്ള, മഴു പോലെയുള്ള ആയുധങ്ങളൊക്കെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെപ്പൺസ് വെയർ മോസ്റ്റ്ലി ഡിഫെൻസീവ് ഇൻ നേച്ചർ. മിക്ക ആയുധങ്ങളും ഡിഫെൻസീവ് ഇൻ നേച്ചറായിരുന്നു. അതായത് അവരെ ഉപദ്രവിക്കാൻ വന്നിരുന്നവരെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരുന്നു. സ്റ്റോൺ ടൂൾസ് വെർ ഓൾസോ കോമൺലി യൂസ്ഡ്. അതുപോലെ ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. വി ഓൾസോ ഹാവ് ദി എവിഡൻസ് ഓഫ് ദി യൂസ് ഓഫ് ദി ബ്രോൺസ് ഇൻ ലിമിറ്റഡ് മാനർ. ബ്രോൺസും ഒരു ലിമിറ്റഡ് മാനറിൽ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയാൻ സാധിക്കും. ബീഡ് മേക്കിംഗ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റ്. അതായത് ഈ മുത്തുകൾ നിർമ്മിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റ് ആയിരുന്നു. അത് ഞാൻ നേരത്തെ ഈ
ആഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ ഓരോ ശൈലി, അതായത് ഈ മുത്തുകൾ പോലെയൊക്കെ ഈ പറഞ്ഞ ഗോൾഡ് കൊണ്ടും സിൽവർ കൊണ്ടും ഒക്കെ ഇവരുണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റോൺ കൊണ്ടും ഉണ്ടാക്കുമായിരുന്നു. അതാണ് അതായത് നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഇപ്പോൾ കാണുന്ന ടൈപ്പ് പല ഡിസൈനുകൾ മാത്രമല്ല, ഇവർ ഈ പറഞ്ഞ മുത്തുകൾ നിർമ്മിച്ച് അതിൻ്റെ ആ ഒരു ട്രേഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ്, അതായത് ഓരോ ഡിസൈനുകളായിട്ട് ചെയ്യുന്നതും മുത്തുകൾ പ്രധാനമായിട്ട് നിർമ്മിക്കുന്നതും ഇവരുടെ പ്രത്യേകതയായിരുന്നു. ഇനി പോട്ടറി മേക്കിംഗ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരുന്നു. ദ ഹാർപ്പൻസ് മാനുഫാക്ചേർഡ് സീൽസ് ഓഫ് വേരിയസ് കൈൻഡ്സ്, പലതരത്തിലുള്ള സീലുകൾ ഇവർ മാനുഫാക്ചർ ചെയ്തിരുന്നു. കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ സീലുകൾ ഉപയോഗിക്കുമായിരുന്നു. പീസ് ഓഫ് ആർട്ട് ഓഫ് ദ ഹാർപ്പൻ പീരീഡ് ഇസ് എ സ്റ്റോൺ സ്കൾപ്ചർ ഓഫ് എ ബിയോർഡ് മാൻ ഡിസ്കവേർഡ് അറ്റ് മോഹൻജദാരോ. പിന്നെ ഇവരുടെ ഒരു പീസ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള താടിയുള്ള ഒരു മനുഷ്യൻ്റെ, പുരോഹിതനാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡാൻസിങ് ഗേളൊക്കെ ഉണ്ട്. പിന്നെ കലപ്പ, ഇതൊക്കെ ഇവരുടെ ആർട്ടിൻ്റെ പ്രത്യേകതയാണ്. ട്രേഡ് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് നെറ്റ്വർക്ക് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വാസ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഓഫ് ദി ഹാർപ്പൻ എക്കണോമി ഓഫ് ദി ഹാർപ്പൻസ്. ഹാർപ്പൻസിൻ്റെ ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും ഉണ്ടായിരുന്നു. ഹാർപ്പൻസ് വെയർ എൻഗേജ്ഡ് ഇൻ എക്സ്റ്റേണൽ ട്രേഡ് വിത്ത് മെസ്സപ്പൊട്ടേമിയ. എക്സ്റ്റേണൽ ട്രേഡ് മെസ്സപ്പൊട്ടേമിയയുമായിട്ടായിരുന്നു. പിന്നെ സോഷ്യൽ ഡിഫറൻഷിയേഷൻ നോക്കി കഴിഞ്ഞാൽ ഹാർപ്പൻ സൊസൈറ്റി അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ മെട്രിയാർക്കൽ ഇൻ നേച്ചർ. അവർ കൂടുതലും മെട്രിയാർക്കൽ ഇൻ നേച്ചറായിരുന്നു. അതുപോലെ സൊസൈറ്റി കംപ്രൈസ്ഡ് ഓഫ് പീപ്പിൾ ഫോളോവിങ് ഡൈവേഴ്സ് പ്രൊഫഷൻ, പല പ്രൊഫഷനുകൾ സ്വീകരിച്ചവരുണ്ടായിരുന്നു. അതായത് പുരോഹിത വർഗം ഉണ്ടായിരുന്നു, വാരിയേഴ്സ് ഉണ്ടായിരുന്നു, കർഷകർ പെസൻസ് ഉണ്ടായിരുന്നു, ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, ആർട്ടിസൻസ് ഉണ്ടായിരുന്നു. അതായത് നെയ്ത്തുകാർ, തട്ടാന്മാർ, കുശവന്മാർ, അങ്ങനെ തുടങ്ങി. അവർ ലിമിറ്റഡ് നോളജ് അബൌട്ട് ദെയർ ഡ്രസ് സ്റ്റൈൽസ് കംസ് ഫ്രം ദ ടെറാക്കോട്ട ഫിഗറിൻസ് ആൻഡ് സ്റ്റോൺ സ്കൾപ്ചേഴ്സ് ഓഫ് ദി പീരീഡ്. അവരുടെ ഡ്രസ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണുകൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ട ചില രൂപങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ടെറാക്കോട്ട ഫിഗറിൻസ്, അതിൽ കാണുന്ന തരത്തിലായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്, കുറച്ച് അസംഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഉള്ളതായിരിക്കാം ഈ പറഞ്ഞ, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഉണ്ടല്ലോ, അതിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ആ ഫിഗറൻസ് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ഡ്രസ് സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇനി ഹാർപ്പൻ പീപ്പിൾ ലവ്ഡ് ടു ഡെക്കറേറ്റ് ദംസെൽസ്. സ്വയം അലങ്കരിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരുന്നു. ഹെയർ ഡ്രസ്സിങ് ബൈ ബോത്ത് മെൻ ആൻഡ് വിമൻസ് എവിഡൻറ്റ് ഫ്രം ഫിഗറൻസ് ഫൗണ്ടഡ് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ അതായത് ഇവരുടെ ഹെയർ ഡ്രസ്സിങ് ഒക്കെ ആണെങ്കിലും ആ ടെറാക്കോട്ട ഫിഗറൻസിൽ കാണുന്ന അതിനകത്ത് വ്യത്യസ്തതകളുണ്ട്. ഇനി അവരുടെ റിലീജിയസ് ബിലീഫ്സ് പ്രാക്ടീസ് പറയുകയാണെങ്കിൽ ഹാർപ്പൻ റിലീജിയൻ എന്ന് പറഞ്ഞാൽ നോർമലി അനിമിസം ആയിരുന്നു. അതായത് ട്രീസ്, മരങ്ങളെ ആരാധിക്കുക, കല്ലിനെ ആരാധിക്കുക. ദ എവിഡൻസ് ഓഫ് ഫയർ വർഷിപ്പ് ഹാസ് ഓൾസോ ബീൻ ഫൗണ്ട് അറ്റ് സം സൈറ്റ്സ് സച്ച് ആസ് കലിബംഗൻ ആൻഡ് ലോതാൾ. കലിബംഗൻ ലോതാൾ ഏരിയയിൽ നിന്ന് ഈ അഗ്നിയെ ആരാധിക്കുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കലിബംഗൻ ഒരു സിംബോളിക് ബ്യൂറിയലിൻ്റെ ഒരു തെളിവൊക്കെ കിട്ടിയ സ്ഥലമാണ്. ഇവരുടെ സ്ക്രിപ്റ്റ് ഇതുവരെ ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. അവർ ഐഡിയോഗ്രാംസ് ആണ് യൂസ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു. 400ഓളം സൈനുകൾ എന്തായാലും ഇവരുടെ സ്ക്രിപ്റ്റിലുണ്ട്. പിന്നെ ഇതേ സമയം തന്നെ ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസും, അതായത് നോൺ ഹാരപ്പൻ ഇന്ത്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ കോപ്പറാണ് മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ചാൽക്കോലിത്തിക് കൾച്ചറിൽ മേജർ ടൂൾസ് എന്ന് പറയുമ്പോൾ പാരലൽ സൈഡഡ് ബ്ലേഡ്, രണ്ട് സൈഡിലും ആ ഒരു ഉള്ള പാരലായിട്ട് കാണാവുന്ന ബ്ലേഡ്, അതുപോലെ പെൻ നൈഫ്സ്, പേനാക്കത്തി പോലുള്ളത്, ലുനേറ്റ്സ്, ട്രയാങ്കിൾസ്, ട്രപ്പീസസ്, ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സബ്സിസ്റ്റൻസ് എക്കണോമി. ദ പീപ്പിൾ ഓഫ് ദീസ് സെറ്റിൽമെൻറ്റ് സബ്സിസ്റ്റഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് കാറ്റൽ റിയറിംഗ്. ചാൽക്കോലിത്തിക് കൾച്ചർ ഫോളോ ചെയ്തിരുന്നവർ കന്നുകാലി വളർത്തൽ, കൃഷി, അത് തന്നെയായിരുന്നു ബേസ് ചെയ്തിരുന്നത്. മെയിൻ ക്രോപ്സ് എന്ന് പറയുന്നത് റൈസ്, ബാർലി, ലെൻറ്റിൽസ്, വീറ്റ്, ജാവർ, ക്വാസ് ഗ്രാം, പീ, ഗ്രീൻ ഗ്രാം, അതൊക്കെയായിരുന്നു. ഹൗസസ് ആൻഡ് ഹാബിറ്റേഷൻ പറയുകയാണെങ്കിൽ പീപ്പിൾ ലിവ്ഡ് ഇൻ റെക്ടാങ്കുലർ ആൻഡ് സർക്കുലർ ഹൗസസ്. അവർ ചാൽക്കോലിത്തിക് കൾച്ചറിൽ ജീവിച്ചിരുന്ന ആളുകൾ റെക്ടാങ്കുലർ ആൻഡ് സർക്കുലർ ഹൗസസിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. അതായത് ഷേപ്പ് അങ്ങനെയായിരുന്നു. മഡ് വോൾസ്, ചെളി കൊണ്ടുള്ള വോളുകളൊക്കെയാണ്. പിന്നെ thatched റൂഫ്സ്. മോസ്റ്റ് ഓഫ് ദി ഹൗസസ് വെയർ സിംഗിൾ റൂംഡ്. മിക്ക വീടുകളും ഒറ്റ മുറിയുള്ളതായിരുന്നു. ചിലതിനൊക്കെ 2-3 മുറികളുള്ളതായിട്ട് പറയാം. അപ്പോൾ ഹാരപ്പൻ ജനതയോടൊപ്പം തന്നെ ഇവിടെ നോൺ ഹാരപ്പൻ ജനതയും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇനി കുറച്ചും കൂടി നന്നായിട്ട്
പുസ്തകം വായിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ നമ്മുടെ അടുത്ത പാർട്ട് വരുന്നതായിരിക്കും കേട്ടോ. താങ്ക്